കലോത്സവത്തിന്റെ അവസാന ദിവസമാണ്. സ്വാതി തിരുനാൾ കോളേജിലെ വേദിയിൽ അവസാന ഇനമായ വയലിൻ മത്സരം നടക്കുന്നു. വേദിക്ക് പുറത്ത് 3 പേർ കൂടി നിന്ന് കാര്യമായി യാത്ര പറയുകയാണ്. കലോത്സവ ഡ്യൂട്ടിക്ക് വന്ന 3 ഉദ്യോഗസ്ഥർ തമ്മിൽ ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയ സൗഹൃദമോ എന്ന് ആദ്യം ഒന്ന് അതിശയിച്ചു. ആ അതിശയത്തിനുത്തരം അതിലും അതിശയിപ്പിക്കുന്ന ഒരു ഒത്തുചേരലിന്റെ കഥയാണ്. വെങ്ങാനൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 86-ലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു നമ്മൾ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പലരും പല വഴിക്ക് പോയി. അങ്ങനെ ഈ വർഷത്തെ കലോത്സവത്തിൽ 3 പേരും ഒരുമിച്ച് കണ്ടെത്തി. വേദിയുടെ നിയന്ത്രണത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അജിത് കുമാർ, ഹോംഗാർഡ് രാജശേഖരൻ, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥൻ ബിജുകുമാർ. 100 കണക്കിന് ഉദ്യോഗസ്ഥരെത്തുന്ന കലാമേളയിൽ ഇവർ 3 പേരും ഇങ്ങനെ കൂട്ടിമുട്ടണമെന്നായിരുന്നു നിയോഗം. ഒരു ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഇവർ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ യാദൃശ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കുറച്ച് നേരം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ച് പേര് ഇന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാണെന്ന് പറഞ്ഞു. എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ അങ്ങനെ വെച്ചിട്ട് എനിക്ക് അത്ര പിടി കിട്ടിയില്ല. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പഴയ കൂട്ടുകാരെ തേടി കിട്ടി. ഇപ്പോൾ എല്ലാ ദിവസം കഴിഞ്ഞ 4 ദിവസമായിട്ട് രാവിലെ ഇവിടെ എത്താനായിട്ട് മനസ്സ് കൊതിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ ഔദ്യോഗിക ജോലിയാണെങ്കിൽ പോലും പരസ്പരം സംസാരിക്കാനും ഒരുമിച്ചൊരു ചായ കുടിക്കാനും ഒക്കെ കിട്ടിയ ഒരു അവസരം വളരെ സന്തോഷമായി അനുഭവപ്പെടുന്നു. സംഗീത കോളേജിന്റെ മുറ്റത്തെ മരത്തണലിലിരുന്ന് അവർ അവരുടെ പഴയ ഓർമ്മകൾ അയവിറക്കുകയാണ്. പുറകിൽ വയലിൻ്റെ ശബ്ദം കേൾക്കാം. ഇവിടുത്തെ കാറ്റ് പോലെ സുഖമുള്ള അവരുടെ സൗഹൃദത്തിൻ്റെ കഥ കേട്ട് കൂടുതൽ ഓർമ്മകളുമായി ഞങ്ങളെല്ലാവരും കലോത്സവ വേദിയിൽ നിന്ന് മടങ്ങുകയാണ്. ബിജു BS-നൊപ്പം സൗമ്യ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.